ഇന്ന് ഓഗസ്റ്റ് 27. ഇനി 4 ദിവസം കൂടി കഴിഞ്ഞാൽ വരാൻ പോകുന്ന പൊതുമാപ്പുമായി ബന്ധപ്പെടുത്തി പലരും ചോദിക്കുന്ന സംശയങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള തരത്തിലാണ്. ചില ആളുകൾക്ക് ചെക്ക് കേസുകളുണ്ടാവും, മറ്റ് പല വിധത്തിലുള്ള കോടതി സംബന്ധമായ ഇടപെടലുണ്ടാകാം. ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയണമെന്നില്ല. കാരണം ഈ കോടതിയിൽ നിന്നൊക്കെ SMS വരുന്ന ആ ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ കയ്യിലുണ്ടാകണമെന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നമ്പറിലേക്കായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ള സന്ദേശങ്ങൾ, ലീഗൽ സംബന്ധമായ സന്ദേശങ്ങളൊക്കെ വരുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഈ ചെക്ക് ബൗൺസ് ആയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും സിവിൽ കേസുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല സാമ്പത്തികമല്ലാത്ത കേസുകൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഈ വിസ എക്സ്പയറിയായി നിൽക്കുന്ന സാഹചര്യവുമായി കൂട്ടിക്കുഴക്കരുത്. വിസ ഒരു വിസിറ്റ് വിസയിൽ വന്നു, പുതുക്കാൻ പറ്റിയിട്ടില്ല, അടുത്ത രാജ്യത്ത് പോയി തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല, ഇവിടെ നിന്ന് തന്നെ ഒരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കാശില്ല, വേറൊരു വിസ എടുക്കാൻ പോലും കാശില്ല, കിടപ്പാടമില്ല, കൂട്ടുകാരുടെയൊക്കെ അനുകമ്പയിൽ കഴിയുന്നു, വിസ എന്നത് പോയിട്ട് ആഹാരം കഴിക്കാൻ പോലും കാശില്ല, നാട്ടിലെ കാര്യം അറിയിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ഇവിടെ കഴിയുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ ഓവറായി കഴിയുന്നവർ. അതുപോലെ ഒരു കമ്പനിയിൽ ഒരിക്കൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ എക്സിറ്റ് ആയിട്ട് വേറൊരു വിസയിലേക്ക് പോകേണ്ട 1 മാസമോ 1.5 മാസമോ കൊണ്ട് പോകേണ്ട സാഹചര്യത്തിന് പകരം ഒന്നും ചെയ്യാതെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഫ്രീലാൻസ് പോലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അന്നന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കാതെ, വിസ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയിക്കാതെ മുന്നോട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിരവധി മലയാളികൾ അങ്ങനെയുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ വിസ എടുത്തിട്ട് ഇതാരാണ് ഈ വിസ തരുന്നതെന്ന് പോലും അറിയാതെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എടുത്തു വെച്ചിട്ട് ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെയാണ് ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്താൻ പറ്റുക. എത്ര ഓവറാണെങ്കിലും ഒരു പിഴയും കൊടുക്കാതെ അവർക്ക് പുതിയൊരു വിസയിലേക്ക് മാറാൻ പറ്റുന്ന, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകാൻ പറ്റുന്ന, പോയിട്ട് തിരികെ വരാൻ പറ്റുന്ന ഒരു മികച്ച സംവിധാനമാണല്ലോ ഈ ആംനസ്റ്റി എന്ന് പറയുന്നത്. അതാണ് സെപ്റ്റംബർ 1 മുതൽ പിന്നെ 2 മാസക്കാലം. ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാന ദിവസം വരെ കാത്തിരിക്കാതെ സെപ്റ്റംബർ 1 തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആംർ സെൻറ്ററുകളുമായി ബന്ധപ്പെട്ടിട്ട് ആരംഭിക്കണമെന്നുള്ളതാണ്. അപ്പോൾ കേസിൻ്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കാൻ അതിൻ്റേതായ രൂപത്തിൽ നീങ്ങണം. അഡ്വക്കേറ്റ്സിനെ കാണുകയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ, ദുബായിലാണെങ്കിൽ അൽ അദീദ് സർവീസുകൾ, അവിടങ്ങളിൽ പോയിട്ട് എമിറേറ്റ്സ് ഐഡിയോ പാസ്പോർട്ട് നമ്പറോ ഒക്കെ കൊടുത്തിട്ട്, പണ്ടുള്ള ഏതെങ്കിലും എമിറേറ്റ്സ് ഐഡി കൊടുത്താലും മതി, ആ നമ്പർ ഒന്നായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് ഇതിലെന്തെങ്കിലും കേസുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അപ്പീൽ പോകാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അതിനൊന്നും വലിയ വക്കീൽ ഫീസൊന്നും കൊടുക്കാതെ കണ്ട് ചെയ്യാൻ പറ്റിയ നിരവധി സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വന്ന് ആ കേസിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാക്കാൻ പറ്റുമോ, എന്തെങ്കിലും മാപ്പോ ശിക്ഷ ഇളവോ ഒക്കെ കിട്ടുമോ, കാശ് കൊടുക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ, ഇതൊക്കെ കോടതി മുഖാന്തരം അന്വേഷിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അല്ലാതെ ഭയപ്പാടുകൂടി മാറി നിന്നിട്ട് അങ്ങനെ ഒരു ചെക്ക് ബൗൺസ് കേസ് ഉള്ളത് കൊണ്ട് ഈ വിസയും ശരിയാക്കാൻ പറ്റേയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതും പരിഹരിക്കണം ഇതും പരിഹരിക്കണം എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ്. കേസുണ്ടെങ്കിൽ കേസിൻ്റെ വഴിക്കും, വിസ ഓവറാണെങ്കിൽ അത് ആംനസ്റ്റിയുടെ വഴിക്കും, ഈ പൊതുമാപ്പിൻ്റെ വഴിക്കും പോകുന്ന സാഹചര്യമാണ്. അത് രണ്ടും രണ്ടാണ് എന്ന കാര്യം മനസ്സിലാക്കണം. പല ആളുകളും വിളിച്ചു ചോദിക്കുന്നത് ആവർത്തിക്കുന്നു, ഞങ്ങൾക്ക് വിസ ഓവറാണ് അല്ലെങ്കിൽ വിസ ഇല്ല, പക്ഷേ കേസുണ്ട്, രണ്ടും കൂടി ശരിയാക്കാൻ പറ്റുമോ എന്നാണ്. രണ്ടും 2 വഴിക്കാണെന്ന് തിരിച്ചറിയണമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ദുബായിലെ ഹത്ത ലഹ്ബാബ് റോഡിൽ സ്കൂൾ കുട്ടികളെയും കയറ്റിപ്പോവുകയായിരുന്നൊരു വാഹനം തല കീഴായി മറിഞ്ഞ് ഒരു കുട്ടി മരണമടയുകയും 11 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഈ സംഭവം ഇന്ന് പോലീസ് പറയുന്നതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, അമിത വേഗതയിലും അശ്രദ്ധയോടെയും വണ്ടി ഓടിക്കരുത്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ പോകുന്ന വാഹനം. ഓരോ റോഡിനും ഒരു സ്പീഡ് പരിധിയുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ടേ വാഹനം ഓടിക്കാവൂ. രണ്ടാമത്തെ കാര്യം, പല വാഹനം ഓടിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഡ്രൈവർമാരെയും കൊണ്ട് അവരവരുടെ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ഒക്കെ കൂടുതലായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സമീപനം. വെളുപ്പാകാലത്തെ 5 മണിക്ക് 4 മണിക്കൊക്കെ ഉണർന്ന് എണീറ്റ് വന്ന് വാഹനം എടുത്തു കഴിഞ്ഞാൽ പാതിരാത്രി വരെ, സ്കൂൾ ടൈം കഴിഞ്ഞാലും മറ്റെന്തെങ്കിലുമൊക്കെ വർക്കുകൾ കൊടുത്തുകൊണ്ട് അവരെ ജോലി ചെയ്യിപ്പിക്കും. പാതിരാത്രി വരെ അങ്ങനെ തന്നെ ഉണ്ടാകും. ഒരു വിശ്രമത്തിനുള്ള 1 മണിക്കൂർ പോലും വാഹനത്തിനുള്ളിലിരുന്ന് ഒന്ന് മയങ്ങാൻ പോലും ഇവർക്ക് പറ്റാത്തൊരു സാഹചര്യമുള്ള ഒരുപാട് ഡ്രൈവർമാരുണ്ട്. ഈ സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് വ്യക്തമായിട്ട് ദുബായ് പോലീസ് പറയുകയാണ്.
വിശ്രമം അനിവാര്യമാണ്. 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ വിഷമകരമായ ശാരീരികാവസ്ഥയെ മറികടക്കണം, എന്നിട്ടേ ഡ്യൂട്ടിക്ക് വീണ്ടും പോകാവൂ എന്ന് പറയുകയാണ്. ഇന്ന് ദുബായിലെ ഖിസൈസിലും തത്തുല്യമായ ഒരു വാഹനം റോഡിൽ ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞ സംഭവമുണ്ടായി. ആർക്കും പരിക്ക് പറ്റിയതായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പൊന്നും വന്നിട്ടില്ല. ഞങ്ങളും അതുവഴി കടന്നു പോകുമ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? സഡനായിട്ട് ബ്രേക്ക് കൊടുക്കുന്നതാണോ? ഒരു ഇടറോഡിലാണ് ഞങ്ങളങ്ങനെ ഒരു വാഹനം തലകുത്തി കിടക്കുന്നത് കണ്ടത്. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒരു ചെറിയ അശ്രദ്ധ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായി മാറാം എന്ന് ഈ ഹത്ത ലഹബാബ് റോഡിൽ സംഭവിച്ച അപകടത്തെയും മരണത്തെയും മുൻനിർത്തി പോലീസ് പറയുന്നതിനെ ഗൗരവത്തിലെടുക്കണം എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. ഡ്രൈവറുടെ ഉറക്കമില്ലായ്മയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ ദുബായ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണം എന്നതാണ്. അത് ടയർ മാത്രം നോക്കിയാൽ പോരാ, എൻജിൻ മാത്രം നോക്കിയാൽ പോരാ, എങ്ങനെയൊക്കെ ഒരു വാഹനം പ്രവർത്തിക്കുന്നു അതിൻ്റെ എല്ലാ ഘടകങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 9-ാം തീയതി ആപ്പിൾ 16 ഫോൺ പ്രാബല്യത്തിൽ വരികയാണല്ലോ. അപ്പോൾ അന്ന് തന്നെ ദുബായിലും ഗൾഫ് നഗരങ്ങളിലൊക്കെ കിട്ടുമോ എന്ന് ഒരുപാട് പേർ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം അമേരിക്കയിൽ നിന്ന് ആപ്പിൾ കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, ഇത് ലോഞ്ചിങ് സമയത്ത് ഈ ആപ്പിൾ 16ൻ്റെ പ്രത്യേകതയായിട്ട് വരാൻ പോകുന്നതിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുള്ള കളികൾ പലതും ഉണ്ടാകും. അതിനവർ കൊടുത്തിരിക്കുന്ന പേര് തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം, ChatGPT അടക്കമുള്ള അത്ഭുതങ്ങളിലൂടെ എങ്ങനെ ഒരാൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം എന്ന രൂപത്തിലായിരിക്കും പുതിയ ഫോണെന്നാണ് പറയപ്പെടുന്നത്. സെപ്റ്റംബർ 9 വരെ കാത്തിരിക്കാം. ദുബായിൽ ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിക്കുകയുമാണ്. അബുദാബിയിൽ സ്വദേശി വനിതകൾ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഇനി മുതൽ സെപ്റ്റംബർ 1 മുതൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതകൾക്ക് പ്രസവാവധിയായി 3 മാസത്തെ അവധി പെയ്ഡ് ലീവ്, മെറ്റേണിറ്റി ലീവ് കൊടുക്കണമെന്നാണ്. അത് പ്രസവം കഴിഞ്ഞ ഉടനെ 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വിവരം അറിയിക്കുകയും ലീവിന് അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സ്വദേശി വനിതകൾക്ക് സ്വകാര്യ മേഖലയിലും ഇക്കാര്യം പ്രാബല്യത്തിൽ വരുമ്പോൾ അതിന് പ്രവാസി വനിതകൾക്കും അത്തരത്തിൽ ആനുകൂല്യം സ്വകാര്യ മേഖലയിൽ കിട്ടുമോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് 27-ൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.